ഹലോ ഗായ്സ്, അങ്ങനെ ഇന്നത്തെ ടുഡേ സ്പെഷ്യലി നല്ലൊരു അവിയൽ, പാലക്കാടൻ അവിയൽ വയ്ക്കാനുള്ള പരിപാടിയാണ്. അതിനുള്ള കഷ്ണങ്ങളാണ് ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുമ്പളങ്ങ, ചേന, ക്യാരറ്റ്, കൊത്തമര, കുറച്ച് മുരിങ്ങക്കായ്. ഓക്കെ, കുമ്പളങ്ങയാണ്, പിന്നെ 2-3 പച്ചക്കായ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ റെഡിയാക്കി കട്ട് ചെയ്ത് ലെവലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്കുള്ള അരപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ അവിയലിലേക്ക് റെഡിയാക്കുള്ള അതിനുള്ള തേങ്ങ ഉണ്ടാവും. അവിയലിലുള്ള തേങ്ങ ഒരു മുടി തേങ്ങയുണ്ട്, 10 മുളക്, പച്ചമുളക്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് അതിലേക്ക് പെരിഞ്ചീരകമാണ് കേട്ടോ. പെരിഞ്ചീരകം അറിയില്ലേ? പെരിഞ്ചീരകമല്ല, നല്ല ജീരകം, സോറി, ചെറിയ ജീരകമില്ലേ, നല്ല ജീരകം. അതൊരു മാക്സിമം 1 സ്പൂൺ പോരാ, കുറച്ച് കൂടുതലുണ്ട് കഷ്ണങ്ങൾ, അതുകൊണ്ട് ഒരു 1.5 സ്പൂൺ പെരിഞ്ചീരകം. ഓക്കെ, അപ്പോൾ ഇത്രയും അവിയലിനുള്ളതാണ് കേട്ടോ. ഇത്ര അവിയലിനുള്ള കഷ്ണം നമുക്ക് കൊടുക്കണം. ഓക്കെ, ഇതാണ് അപ്പോൾ അതിനുള്ള അരപ്പ്. ഒരു മുടി തേങ്ങ, 10 പച്ചമുളക്, ഒരു 1.5 സ്പൂൺ ചെറിയ ജീരകം. ഓക്കെ, ഇത് ഓവർ അരക്കരുത് കേട്ടോ, ഒന്ന് കറക്കി എടുക്കാനേ പാടുള്ളൂ. ഓവർ അരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇതായിരിക്കും, ഓവർ കുഴകുഴാന്നായിരിക്കും. അതുകൊണ്ട് ഓവർ അരയ്ക്കാതെ ഒരു മിക്സിയിൽ 2 കറങ്ങിയിട്ട് നല്ല സെറ്റായിട്ട് വരണം. ഓക്കെ, മുരിങ്ങക്കായ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിടാം. ആദ്യം ഈ അവിയലൊന്ന് അത്യാവശ്യം വെന്ത് ഏകദേശം ആയതിനു ശേഷം മുരിങ്ങക്കായ ഇടാം, അല്ലെങ്കിൽ മുരിങ്ങക്കായ കംപ്ലീറ്റ് ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് സെപ്പറേറ്റ് മാറ്റി വെച്ചിരിക്കുന്നത് മുരിങ്ങക്കായ. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്ത് ലെവലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കോരി എടുക്കണം, അല്ലെങ്കിൽ വെള്ളം ഇതായിട്ട് വരും. അതുകൊണ്ട് കുറച്ച് നമുക്ക് പാത്രത്തിലേക്ക് കോരി മാറ്റാം, അല്ലെങ്കിൽ കഷ്ണങ്ങൾ കംപ്ലീറ്റ് ഉടയും, പിന്നെ അവിയലായിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് കോരി എടുക്കുന്നത്. ഓക്കെ, മൊത്തം നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ അരപ്പ് നമുക്ക് നേരെ അതിലേക്ക് കൊട്ടാം. ഓക്കെ, ഓവർ ഉടയാൻ പാടില്ല, കറക്റ്റായിട്ട് നല്ല പതുക്കെ വെക്കണം കേട്ടോ. കുറച്ച് ജലദോഷമുണ്ട്, അതാണ്. അപ്പോൾ ഏകദേശം അരപ്പൊക്കെ ഇട്ട് ലെവലായി ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് തൈരും കൂടെ ഒഴിക്കണം കേട്ടോ, അപ്പോഴേ. അപ്പോൾ അങ്ങനെ കുറച്ച് തൈര് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു 5-6 സ്പൂൺ തൈര്. അത്യാവശ്യം വലിയ സ്പൂണാണ്, കുഴപ്പമില്ല അതിൻ്റെ. ഓക്കെ, 2-3 കറിവേപ്പില എടുക്കുക. ആദ്യം കറിവേപ്പില, കടുക് വറുക്കില്ല കേട്ടോ, കറിവേപ്പില മേലെ വെറുതെ ഒന്ന് മണത്തിന് വേണ്ടി ഇടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ അവിയൽ ഏകദേശം റെഡിയായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തൈര് പോരാ, അതുകൊണ്ട് കുറച്ചും കൂടെ തൈര് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മാക്സിമം ഒരു 1/4 ലിറ്റർ തൈര്. ഉപ്പിൻ്റെ കുറവുള്ള ഉപ്പും കൂടെ ഇടാം. അപ്പോൾ കുറച്ച് കറിവേപ്പില ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി, നല്ല മണം അങ്ങനെ കിടന്നോളും. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. കടുക് വറുക്കില്ല, അതുകൊണ്ടാണ് പച്ച വെളിച്ചെണ്ണ ലാസ്റ്റ് ചെറുതായിട്ടൊന്ന് കാറ്റ് ഒഴിക്കും. കറിവേപ്പില ഇതിൽ കിടന്നാൽ വെന്തതിൻ്റെ മണവും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവിയൽ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ലേശം ഒന്ന് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കാം. ഓക്കെ, അപ്പോൾ അവിയൽ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഇനി നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കാനുള്ള ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ മാത്രം. ഓക്കെ, അത് ഒഴിക്കുന്നു, നമ്മൾ ഇറക്കുന്നു. ഓക്കെ, അവിയൽ റെഡി. ഓക്കെ, ബൈ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.